Hello guys, welcome back to my YouTube channel Malayalam Vlogger. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്രിയേറ്റീവ് കോമൺ ലൈസൻസിനെ പറ്റിയാണ്. എന്താണ് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ്? അതായത് നിങ്ങൾ പല വീഡിയോസും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണും അതിൻ്റെ താഴത്തായിട്ട് ക്രിയേറ്റീവ് കോമൺ എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ കോപ്പിറൈറ്റ് എന്താണ്, അതുപോലെ തന്നെ കോപ്പിറൈറ്റ് എന്താണ്, കണ്ടന്റ് ID ക്ലെയിം എന്താണ്, അങ്ങനെ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എല്ലാവരും പോയി ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് നോക്കാം. അതിനു മുമ്പായിട്ട് once again welcome back to my YouTube channel Malayalam Vlogger. എന്താണ് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ അവർ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടുള്ള ലൈസൻസിനെയാണ് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്യൂബിൽ സ്റ്റാൻഡേർഡ് ലൈസൻസ് ഉണ്ടാവും, ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉണ്ടാവും. അപ്പോൾ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഞാൻ ഇപ്പം തന്നെ പറഞ്ഞില്ലേ, നമ്മളുടെ വർക്ക് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് പ്രകാരമാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിലുള്ള ആർക്ക് വേണമെങ്കിലും, യൂട്യൂബിലുള്ള ഏത് ക്രിയേറ്ററിന് വേണമെങ്കിലും എടുത്ത് റീയൂസ് ചെയ്യാനുള്ള അവകാശം നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിനെയാണ് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഏതൊരു വീഡിയോസും നിങ്ങൾക്ക് എടുത്ത് റീയൂസ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന സ്റ്റാൻഡേർഡ് ലൈസൻസ് ആയിരിക്കും. അപ്പോൾ അത് മാറ്റി ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് കൊടുത്താൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്കും അവൈലബിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീഡിയോ ആർക്ക് വേണമെങ്കിലും ലീഗലായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് അതുപോലെ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഉള്ള വീഡിയോസ് എടുത്തും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒറിജിനൽ കണ്ടന്റിന് അല്ലെങ്കിൽ ഒറിജിനൽ കണ്ടന്റിന് മാത്രമാണ്. മറ്റൊരാളുടെ കണ്ടന്റ് എടുത്ത് നമുക്ക് വേറൊരാൾ ചെയ്ത കണ്ടന്റ് നമ്മളുടെ ചാനലിൽ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന പേരിൽ കൊടുക്കാനായിട്ട് പറ്റില്ല. നമ്മളുടെ സ്വന്തം കണ്ടന്റ് നമുക്ക് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന കീഴിൽ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോന് കണ്ടന്റ് ID ക്ലെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒരിക്കലും ക്രിയേറ്റീവ് കോമൺ ലൈസൻസിന്റെ കീഴിൽ പ്രൊവൈഡ് ചെയ്യാനായി അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ബൈ മേക്കിംഗ് യുവർ ഒറിജിനൽ വീഡിയോ വിത്ത് എ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഈസ് ഗ്രാൻഡിങ് എ പെർമിഷൻ ടു ഓൾ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടു റീയൂസ് ആൻഡ് എഡിറ്റ് യുവർ വീഡിയോസ്. അതായത് നിങ്ങളുടെ വീഡിയോസ് റീയൂസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമുള്ള പെർമിഷൻ കൊടുക്കുകയാണ് ഈ ഒരു ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന് പറഞ്ഞ ലൈസൻസ് വെച്ചുള്ള ഫീച്ചർ കൊണ്ടുള്ള ഉപയോഗം. എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് നോക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ വീഡിയോയിൽ കണ്ടന്റ് ID ക്ലെയിം ഉണ്ടാകാനായിട്ട് പാടില്ല. ആ വീഡിയോ 100% നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം, മറ്റൊരാളുടെ വീഡിയോ കണ്ടന്റ് ആവാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഈ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ആയിട്ട് നിങ്ങളുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ഒരു പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലായിരിക്കണം ഉണ്ടായിരിക്കുന്നത്, പബ്ലിക്കിന് വേണ്ടിയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. അല്ലാതെ ലിസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആകാനായിട്ട് പാടില്ല. പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോ ഇതുപോലെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലിസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആകാനായിട്ട് പാടില്ല. പബ്ലിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം ഈ ഒരു ക്രിയേറ്റീവ് കോമൺ ലൈസൻസിൽ എടുക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ്, അതിനെക്കുറിച്ച് ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ യുവർ മല്ലു വ്ലോഗർ സൈനിങ് ഓഫ്.